വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇവൻ ഇന്ത്യക്കാർക്കിടയിൽ ഓപ്പോ F25 Pro 5G, ഞങ്ങൾ ഗൾഫുകാർക്കിടയിൽ ഓപ്പോ റെനോ 11F 5G. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 5-8 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള റിവ്യൂ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയുന്ന നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്മാർട്ട് ഫോൺ കൂടാതെ ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 67 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിൾ, പിന്നീട് ഒരു സിം ഇജക്ടർ. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് പാം ഗ്രീൻ ആണ്, ഇത് കൂടാതെ ഓഷ്യൻ ബ്ലൂ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിലും അതുപോലെ തന്നെ ബോഡി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്, പക്ഷേ ചെറുതായിട്ട് സ്മഡ്ജസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7.54 mm ആണ് ബോഡി തിക്നെസ്. 177 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്കതുപോലെ സ്പീക്കർ ഗ്രില്ലാണ് താഴ്വശത്തും, അതുപോലെ Type C ചാർജിങ് പോർട്ടും ഇന്റേണൽ മൈക്കാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ IP65 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താരതമ്യേന തിന്നായിട്ടുള്ള ബസിലായതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ പാണ്ടയുടേതാണ് ഇതിലെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. 394 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ 900 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡെങ്കിൽ 1100 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്കിതിൽ ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയനിലെങ്കിലും ഒരു ഗുഡ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ വേരിയന്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ വേരിയന്റിലും തമ്മിലുള്ള പ്രധാന 2 വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യൻ വേരിയന്റിൽ 9ഓളം 5G ബാൻഡാണ് സപ്പോർട്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 15ഓളം 5G ബാൻഡ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഇന്ത്യയുടെ വേരിയന്റിന് NFC സപ്പോർട്ടല്ല, ഈ ഒരു വേരിയന്റിൽ NFC സപ്പോർട്ടാണ്. എനിവേ MediaTek Dimensity 7050 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയാണ്. ഒക്ടാ കോറിൽ 2.6 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Mali G68 MC4 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU എന്ന് പറയുന്നത് പെർഫോമൻസ് സൈഡ് പറയുകയാണെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഈ ഒരു സമയം വരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മെമ്മറി വേരിയന്റിലാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റിൽ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ അപ് ടു 2TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് സപ്പോർട്ടാണ്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. Wi-Fi 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IP65 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്കൊരു സ്പ്ലാഷ് റെസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാൻ കൂടി പറ്റുന്നതാണ്. എനിവേ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. കളർ OS വരുന്നത് 14 തന്നെയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ബ്ലോട്ട് വൈസ് എന്നുള്ള രീതിയിൽ ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പ് സജഷൻസും നമുക്കിതിൽ കാണാൻ സാധിക്കും. പേഴ്സണലി എനിക്ക് അത്ര ഒരു ഇഷ്ടമുള്ള ഒരു OS അല്ല കളർ OS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഒത്തിരി കുത്തി നിറച്ച ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല എത്ര വർഷത്തോളമാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ആയിരിക്കും ഒരു പക്ഷേ ഇതിന് ലഭിക്കുക. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ
ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 67 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 50 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എന്നുള്ള രീതി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസവും, നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 4 വർഷത്തെയാണ് ഇതിലെ ബാറ്ററിയുടെ ഡ്യൂറബിലിറ്റി കമ്പനി പറയുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണോ പെർഫോമൻസ്, ഏകദേശം 4 വർഷത്തോളം ആ ഒരു പെർഫോമൻസ് ബാറ്ററി സൈഡിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. സിംഗിൾ സ്പീക്കർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൗഡി ആയിട്ടുള്ള ഒരു സ്പീക്കർ ഔട്ട്പുട്ടാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്താത്തത് ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. മറിച്ച് നമുക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇവൻ ആസ്പെൽറ്റ് 9 അല്ലെങ്കിൽ ഇവൻ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ലഭിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. മറിച്ച് നിങ്ങൾ ഗെയിമിംഗ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഗണിക്കേണ്ട എന്ന് തന്നെ പറയാൻ സാധിക്കും. അതല്ല, ഒരു ടൈം പാസിന് വേണ്ടി അത്യാവശ്യം തരക്കേടില്ലാത്ത ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും കുറവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം ഡൈലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ചില ഫോട്ടോസിനൊക്കെ ഒരു ഇത്തിരി ഷാർപ്നെസ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോസ് നമുക്ക് നൈറ്റിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അൾട്രാ വൈഡിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ മാക്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മാക്രോ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ 32 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓട്ടോ ഫോക്കസ് അതിലില്ലാത്തത് കൊണ്ട് തന്നെ ചില ഫോട്ടോസിൽ നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഒരു ഡീറ്റെയിൽ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു ചില സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ആണെന്ന് പറയാൻ സാധിക്കും. ഡയലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്, പോർട്രേറ്റ് ഫോട്ടോസ് നല്ലതാണ്. പക്ഷേ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ HDR പെർഫോമൻസ് നല്ലതാണ്. ഇവൻ ഈ പറഞ്ഞ പോലെ തന്നെ നൈറ്റിലാണെങ്കിലും ആ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ പറഞ്ഞ പോലെ തന്നെ റിയർ ആൻഡ് സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസന്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ്. ഇതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് EIS സപ്പോർട്ട് ആയിട്ടുള്ളത് ഫുൾ HD അതിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ വീഡിയോ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി 4K അല്പം കുറവാണ്. ഫുൾ HD അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. HDRും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 4K വീഡിയോ കൊടുത്തത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256 GBക്ക് 1199 ഖത്തറിയയിലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 27,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K വീഡിയോ സപ്പോർട്ടാണ് എന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ സാധിക്കും. മികച്ച രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിംഗിൾ സ്പീക്കർ ഉൾപ്പെടുത്തി എന്നതാണ്. അതായത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. താരതമ്യേന BBK ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലുള്ള സ്മാർട്ട് ഫോണുകൾക്ക്
ഭയങ്കര മടിയാണ് അവർക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. അത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും പറയാനുള്ളത്. അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ മികച്ച സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നത് തന്നെയായിരുന്നു. എനിവേ ഓപ്പോ റെനോ സ്മാർട്ട് ഫോണുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ പൊതുവേ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന ഓപ്പോ സ്മാർട്ട് ഫോണുകളിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള 1-2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. താരതമ്യേന കംപ്ലയിൻസ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകളാണ് ഓപ്പോ ഇറക്കാറുള്ളത് എന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പോ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക. എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.